ഇറാനുമായി കൈകൊടുത്ത് വ്യാപാര കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി അമേരിക്ക. പാകിസ്ഥാനിൽ നിന്നും സ്വർണം ഉൾപ്പെടെയുള്ളവ ഖനനം ചെയ്ത് കയറ്റുമതി ചെയ്യാനാണ് ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ തയ്യാറെടുക്കുന്നതും. ഏകദേശം 500 ദശലക്ഷം ഡോളർ, അതായത് 4100 കോടി രൂപയുടെ നിക്ഷേപത്തിനാണ് ഒരുങ്ങുന്നതും. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിലേക്ക് വിരുന്നുണ്ണാൻ വന്നത് വെറുതെ ആയില്ല എന്നതാണ് ഇവിടെ വെളിവാകുന്നത്. മാത്രമല്ല, ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഭീഷണി മുഴക്കിയതും ആരുടെയൊക്കെ അറിവോട് കൂടി തന്നെയാണ് എന്നതും ഇവിടെ വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയും US-ഉം തമ്മിൽ അകലാനുണ്ടായ പ്രധാന കാരണം തന്നെ ഇപ്പോൾ പാകിസ്ഥാനാണ് എന്നതുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ നിർണായക ധാതുക്കളുടെ ഉൽപാദനത്തിനും അതുപോലെ സംസ്കരണത്തിനുമായി തന്നെ അമേരിക്കൻ കമ്പനി 500 ദശലക്ഷം ഡോളർ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് വളരെ ആശങ്കാജനകമാണ് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ധാതു ഖനന കമ്പനിയായ ഫ്രോണ്ടിയർ വർക്ക്സ് ഓർഗനൈസേഷൻസും അമേരിക്കയിലെ മിസോറി ആസ്ഥാനമായുള്ള US സ്ട്രാറ്റജിക് മെറ്റൽസ് കമ്പനികളും തമ്മിലാണ് ഇപ്പോൾ കരാർ ഒപ്പിട്ടിരിക്കുന്നത്.